ഒന്ന് വെച്ച് നോക്കിയാലോ? ചെക്ക് ചെയ്ത് നോക്ക്. കത്തുന്നു. കറണ്ട് ഉണ്ട് ഇപ്പോഴും. KCB-ലേക്ക് ഒന്ന് വിളിച്ചു നോക്കാം. എന്റെ പൊന്ന് കലേഷേട്ടാ, കഴിഞ്ഞ വർഷം ഇവിടെ ഫ്യൂസ് പോയിട്ട് വിളിച്ചിട്ട് ഇതുവരെ അവര് വന്നിട്ടില്ല. പിന്നെയാണ് ഒരു KSEB-ക്കാര് അവരെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. വിളിച്ചു നോക്കാന്നേ. ഹലോ 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 ഹലോ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. KCB അല്ലേ? അല്ല, അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ ശശിയാണ്. എന്താ പറയൂ. സാറേ, ഇവിടെ മുഴുവൻ കറണ്ടാ. മുഴുവൻ കറണ്ടാണോ? ഈ ഫ്ലോർ മുഴുവൻ കറണ്ടാ. ഫ്ലോർ മുഴുവൻ കറണ്ടാണെങ്കിൽ അത് എലിയായിരിക്കും. അതല്ല, ഇലക്ട്രിസിറ്റി ഒരുപാടുണ്ടോ? ഇലക്ട്രിസിറ്റി ഒരുപാട് പ്രദേശത്തുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഇല്ലാത്തവന് കൂടെ നിനക്ക് പുണ്യം കിട്ടും. ഓക്കെ, അപ്പഴേ ഞാൻ പറഞ്ഞല്ലേ വിളിക്കണ്ടെന്ന്. ഇപ്പൊ മതിയായില്ലേ? അങ്ങനെ തന്നെ വേണം. വന്നല്ലോ, പെട്ടെന്ന് വന്നല്ലോ. പെട്ടെന്ന് വന്നാണോ? കുഴപ്പം, ഞാൻ പൊക്കോട്ടെന്നാ. അയ്യോ സാറ് നിക്ക് സാറേ. എന്താ പ്രശ്നം? എന്താ ഇവിടെ കറണ്ട് ഉണ്ട്. അത് കൊള്ളാലോ. സാധാരണ കറണ്ട് ഇല്ല എന്നും പറഞ്ഞാ ഞങ്ങളെ വിളിക്കാറ്. ഇപ്പൊ ഇവിടെ കറണ്ട് ഉണ്ടെന്നോ? അതല്ല സാറേ, എവിടെ തൊട്ടാലും കറണ്ടാ. എവിടെ തൊട്ടാലും കറണ്ടോ? അപ്പൊ വൈദ്യുതി ദുരുപയോഗം 50,000 രൂപ ഫൈൻ അടക്കേണ്ട വരും. സാറേ, പൈസയുടെ ഒരു വിഷയമല്ല. പിന്നെ സെലിബ്രിറ്റീസ് ഒന്നും ചെരുപ്പില്ലാതെ ഇവിടെ കേറാൻ പറ്റുന്നില്ല. ചെരുപ്പില്ലാതെ കയറിയത് തന്നെ അമ്പലാണോ? അതല്ലാന്നേ, അവര് ചെരുപ്പിടാതെ ഇതിനകത്ത് തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ കറണ്ടാ സാറേ. അപ്പൊ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. അവിടത്തെ ഫീസൂരി അവിടെ കെട്ടണം, അവിടത്തെ ഫീസൂരി അവിടെ കെട്ടിക്കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാ. ആണോ? സാറ് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് കുട്ടിയെ കാണാൻ പറ്റുമായിരുന്നോ? എന്നാ ശരിയെന്നാ, ഓക്കെ എന്നാ. സാറേ എന്നാലും ഇത്രയും പെട്ടെന്ന് ഞാൻ ഒറ്റ വിളിക്കുക തന്നെ സാറ് വന്നത് വലിയ അത്ഭുതമായി പോയി. പെട്ടെന്ന് ഞാനോ? എടോ, കഴിഞ്ഞ വർഷം ഇവിടെ കറണ്ട് ഇല്ല, ഫീസ് കെട്ടണമെന്ന് വിളിച്ചു പറഞ്ഞായിരുന്നോ? ആ ഫീസ് കെട്ടാൻ വന്നാണ് ഞാനിപ്പോ. അപ്പൊ ഈ കംപ്ലൈന്റോ? ഈ കംപ്ലൈന്റ് അടുത്ത വർഷം തീർക്കും. ഇപ്പൊ ഈ ഫീസ് കെട്ടട്ടെ. നിങ്ങളെ പരിപാടി നടത്തിക്കോ. കംപ്ലൈന്റ് ഒക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ തീർത്തു തരും സാറേ. 2 വർഷം പിടിക്കുന്നുള്ളൂ. അടിപൊളി. ആരാ? എന്താ? അല്ല, എവിടെന്നാ? എന്തിനാ? എടോ, താൻ ആരാണ്, എന്താണ്, എവിടെന്ന് വരുന്നു? ഞാൻ ആരാന്നോ? അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ അത്ഭുതം അപ്പുക്കുട്ടൻ. അത്ഭുതം അപ്പുക്കുട്ടൻ. കൊള്ളാം. ഞാൻ എന്ത് ചെയ്യുന്നു? ചായ കറിയൊക്കെ ഉണ്ടാക്കും. കുക്കാണ്? കുക്കല്ല, പിന്നെ ഞാൻ ഈ തലയിൽ വെച്ചേ, തലയിൽ വെച്ച് ഞാൻ ഈ കറിയും ചായയൊക്കെ ഉണ്ടാക്കും. ഞാൻ തീ കത്തിച്ച്. അയ്യോ, തലയിൽ വെച്ചിട്ട് കഞ്ഞിയല്ലേ ഉണ്ടാക്കുന്നത്? അതാ ഇയാൾക്ക് വെളിവില്ലാന്ന് പറഞ്ഞ. ഈ തലയിൽ വെച്ച് നമ്മൾ കറി ഉണ്ടാക്കൂലേ, അതിന്റെ ചൂട് കൊണ്ട് തലച്ചോറ് വന്ന് കഞ്ഞി ആയിക്കോളൂല്ലേ. പിന്നെ എന്തിനാ രണ്ടാമത് കഞ്ഞി ഉണ്ടാക്കണേ? അയ്യോ, ഐഡിയ. ഒരു വെടിക്ക് 2 പക്ഷി. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഒരു സൂപ്പർ സ്റ്റാറിനെയാണ്. ഇദ്ദേഹത്തെ നമ്മൾ ദത്തെടുക്കാൻ പോവാണ്. അദ്ദേഹം തലയിൽ വെച്ച് കത്തിച്ച് കറി ഉണ്ടാക്കും, അതുപോലെ തന്നെ ചായ ഉണ്ടാക്കും. എല്ലാവരും ചേർന്ന് കൈ. അയ്യോ, എന്നെ ദത്തെടുക്കല്ലേ. എനിക്ക് വീട്ടിൽ പോണം. വീട്ടിൽ ചെന്നില്ലെങ്കിൽ എന്റെ ഭാര്യ ഭക്ഷണം കഴിക്കൂല, അവൾ കിടന്ന് ഉറങ്ങൂല. അയ്യോ, അത്രയും സ്നേഹമുള്ള ഭാര്യ, ഫാമിലി. അതുകൊണ്ടല്ല, പിന്നെ തലയും കണ്ടി ചെന്നിട്ട് വേണ്ട ഇതിനകത്ത് വെച്ച് കഞ്ഞി വെക്കാൻ. കഞ്ഞി അല്ല, ഞാൻ കിടത്തി ഉറക്കാതെ അവളെ ഉറങ്ങൂലെന്നേ. ബെഡ്ഷീറ്റ് ഒക്കെ കുടഞ്ഞു പോലും അവള് വിരിക്കില്ല. അത്രയ്ക്ക് മടി അവൾക്ക്. ഈ തലയിലാണോ ഇതൊക്കെ വെക്കുന്നത്? തലയിൽ ഇതൊക്കെ. ഈ തലയിൽ വെക്കുന്ന, ഈ തലയിൽ വെച്ചിട്ട് പാചകം ചെയ്യുന്ന വിദ്യ എങ്ങനെയാ നിങ്ങൾ പഠിച്ചത്? അത് കണ്ടു പഠിച്ചെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ വീട് ഈ ആറിന്റെ തീരത്താ. മിണ്ടിക്കഴിഞ്ഞാൽ മഴ പെയ്യും, മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ആവും. അപ്പൊ ഞങ്ങൾ ഈ കഴുത്തിന് മേൽവശം മാത്രം മേളുണ്ടാവുള്ളൂ. അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ പാചകമൊക്കെ ചെയ്യുന്നത്. അച്ഛാ, ആ തലേന്ന് ഇത്ര കറിയും എടുത്ത്, ആ തലേന്ന് ഇത്ര അച്ചാറും എടുത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ കഴിക്കും. ഭയങ്കര പരിപാടിയാണല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ ഈ തലയിൽ വെച്ച് ഭക്ഷണം പാചകം ഞങ്ങളുടെ വിദ്യ തന്നെ കണ്ടുപിടിച്ചത്. അത് ശരി. ചേട്ടന്റെ ഈ പ്രകടനം നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഓഫ് കോഴ്സ്. എനിക്കറിയാവുന്ന എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും അട്ടി പ്രിയമുള്ള കലാസനികളെ, എനിക്ക് നിങ്ങളുടെ മുതിർന്നവരോടും കൊച്ചുകുട്ടികളോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഞാൻ ഈ കാണിക്കുന്ന പരിപാടി ആരും അനുകരിക്കരുത്. കാരണം ഒരുപാട് അപകടങ്ങൾ വിളിച്ചു വരുത്താൻ സാധ്യതയുള്ള പരിപാടിയാണ്. ഗർഭിണികളും അറ്റാക്ക് രോഗികളും പിരിഞ്ഞു പോകണം. കാരണം കൊലപാതകത്തിന് ഉത്തരം പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇതെന്തിനാ എങ്ങനെയൊക്കെ പറയുന്നത്? ആരെങ്കിലും അനുകരിച്ച എന്താ കുഴപ്പം? എന്റെ പണി പോകൂലേ? പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചെയ്യാം. ഭൂമിദേവനും കാരണന്മാരെ വന്നിച്ചിട്ട് പരിപാടി അങ്ങ് ആരംഭിക്കാം. ചേട്ടാ, അവിടെ തുടരുത്. അതിനെവിടെ വലിയൊരു മൂത്രം അല്ല, ഇവിടെ മുഴുവൻ കറണ്ടായിട്ടോ. കറണ്ടോ? അയ്യോ, അപ്പൊ ഞാനെങ്ങനെ എന്റെ ഐറ്റം കളിക്കും? എന്ത് പറ്റി?
ഞാൻ ചെരുപ്പിടാന്നല്ലേ എന്റെ ഐറ്റം കളിക്കണേ. അങ്ങനെയാണെങ്കിൽ തലയിൽ ഇഡ്ഡലി വേവിക്കുന്നതാ നല്ലത്. ആന സഞ്ചയനത്തിന് വിളമ്പാലോ ചേട്ടന്റെ. അങ്ങനെ എന്റെ ഇഡ്ഡലി നീയൊക്കെ തിന്നണ്ട. ഞാനേ വീട്ടിൽ ചെന്ന് ഞാൻ ഈ പെൺപിളക്ക് കഞ്ഞി വെച്ച് കൊടുക്കട്ടെ. ഇനി അതിന്റെ ഇടി വേറെ കൊള്ളേണ്ടി വരും. അപ്പൊ കാണാവേ. കാണാം. ടാറ്റാ. ടാറ്റാ. അയ്യോ അയ്യോ കൈ ഊന്നി ഇറങ്ങിയതാ, പേടിക്കണ്ട. ശ്രിത, യെസ് ഒരു പട്ടാളക്കാരന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ആ. ഉരുക്കാണെന്നൊക്കെ അല്ലേ നമ്മുടെ ഒരു വിശ്വാസം. അതെ. പക്ഷെ ഇവിടെ ഒരു കലാഹൃദയമുള്ള ഒരു പട്ടാളക്കാരൻ വന്നിട്ടുണ്ട്. പെർഫോം ചെയ്യാനോ? അതെ. ആരാണ് അദ്ദേഹം? മാനൂർ രാജേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു സാധാരണ പട്ടാളക്കാരനല്ല, അസാധാരണ പട്ടാളക്കാരനാണ്, Yes. കലാകാരനാണ്. പല ക്യാമ്പുകളിലും അദ്ദേഹത്തിന്റെ മാജിക് ഷോ പോലും വെക്കാറുണ്ട്. ഒരു എന്റർടൈനറാണ്, എസ്കേപ്പ് ആർട്ടിസ്റ്റാണ്. ഒരുപാട് സ്റ്റേജുകളിൽ പെർഫോം ചെയ്തിട്ടുള്ള ആളാണ്. ഒരുപാട് വേദികളിൽ ഫയർ എസ്കേപ്പ് എന്ന് പറയുന്ന ജാലവിദ്യ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ഓക്കെ. അപ്പൊ മാനൂർ രാജേഷ് ആണ്, ഒരു പട്ടാളക്കാരനാണ് നമ്മുടെ വേദിയിലേക്ക് വരാൻ പോകുന്നത്. ഈ വേദിയിൽ പട്ടാളക്കാരും ഇതുവരെ വന്നിട്ടില്ല. ഇല്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പെർഫോമൻസ് ഇവിടെ വരാൻ പോകുന്നത്. അതെ, നമുക്ക് സ്വാഗതം ചെയ്യാം മാനൂർ രാജേഷ്.
എൻ്റെ കയ്യിലുള്ളത് നീല നിറത്തിലുള്ള ഒരു ബാഗാണ്. ഈ കാവി നിറത്തിലുള്ള റിബണിനെ ഹിന്ദു മതത്തിന്റെ പ്രതീകമായി സങ്കല്പിച്ചുകൊണ്ട് ഞാൻ ഈ നീല നിറത്തിലുള്ള ബാഗിലേക്ക് നിക്ഷേപിക്കും. ഈ വെള്ള നിറത്തിലുള്ള റിബണിനെ ക്രിസ്ത്യൻ മതത്തിന്റെ പ്രതീകമായി സങ്കല്പിച്ചുകൊണ്ട് ഈ നീല നിറത്തിലുള്ള ബാഗിലേക്ക് ഞാൻ നിക്ഷേപിക്കും. അവസാനമായി പച്ച നിറത്തിലുള്ള റിബണിനെ ഇസ്ലാം മതത്തിന്റെ പ്രതീകമായി സങ്കല്പിച്ചുകൊണ്ട് ഞാൻ ഈ ബാഗിനുള്ളിലേക്ക് നിക്ഷേപിക്കും. നമ്മുടെ ഭാരതത്തിൽ നിലവിലുള്ള ഈ 3 മതങ്ങളും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഏതൊരു വൻ രാജ്യശക്തിക്കും നമ്മുടെ ഭാരതത്തിന് നേരെ ചെറുവിരൽ അനക്കാൻ പോലും സാധിക്കുകയില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് 1999 നടന്ന കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച വീര ജവാന്മാരുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ ഈ മാജിക് സമർപ്പിക്കുന്നു. റെഡി 1 2 റെഡി 1 2 and 3